ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാവുന്നത് നല്ല സ്പൈസി ആയിട്ടൊരു 4 മണി പലഹാരം കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനെന്ന് ഞാൻ പറയില്ല, കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പലഹാരം ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കാനും കുഴപ്പമൊന്നുമില്ലല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പലഹാരം എങ്ങനെ ഉണ്ടാക്കാനും ഇതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഇഞ്ചി ചൂടായ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ചൂടായി വരണം. അപ്പോൾ അതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആ സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ തന്നെ സവാള ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഈ നല്ലോണം വഴറ്റി സവാള നല്ലോണം വെന്ത് വരണം. ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി നല്ലോണം ചതച്ച് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലോണം വഴന്ന് വന്നിരിക്കണം. അല്ലെങ്കിൽ ചതച്ച വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതേ പച്ചമുളക് പോകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടി, ഇത് 3 ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ എല്ലില്ലാതെ ഒന്ന് പിച്ച് ചെയ്ത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി അതിന് മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും ആണ വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് വാങ്ങി വെക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ചോറൊക്കെ വെക്കണ അരിയില്ലേ, സാധാരണ ചോറൊക്കെ വെക്കണ അരിയാണ്. ഇത് 2-3 മണിക്കൂർ വെള്ളത്തിലേക്ക് പൊതിർത്തിയതാണ് കേട്ടോ. ചെറിയൊരു കപ്പ് അരിയുള്ളൂ. നിങ്ങൾ വെള്ളത്തിൽ പൊതിർത്തുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ്. ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏത് ഉള്ളിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തത്. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം നമ്മൾ ഇറച്ചിക്കൊക്കെ അരക്കണ വലിയ ജീരകമല്ലേ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ നിന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല മയത്തിൽ കുറച്ച് അരച്ചെടുത്തതാണിത്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഇന്ന് കൂടരുത് കേട്ടോ. തേങ്ങയിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് വേണം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് പാകത്തിന് പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊടി നല്ല സാധാരണ നമ്മൾ നെയ്സായിട്ടുള്ള നെയ്പത്തിരിക്കൊക്കെ നെയ്പത്തിരിക്ക്, അതേപോലെ തന്നെ നമുക്ക് നെയ്സ് പത്തിരിക്ക് നൂൽപ്പൊടിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതേപോലെ തന്നെ ആ പൊടി എടുക്കുക. അത് ഇതേപോലെ തന്നെ കുറച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈറ്റായി കിട്ടുന്ന രൂപത്തിൽ കിട്ടണം. നമുക്ക് കൈ കൊണ്ടൊക്കെ പിടിച്ച് ഉരുളകളാക്കി ഇതുപോലെ അമർത്തിയിട്ട് കിട്ടുന്ന രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഇതൊന്ന് അമർത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഉണ്ടാക്കി വെച്ച കഴിഞ്ഞാൽ ഇതേപോലെ പിടിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഒരു സിമ്പിളായിട്ട് ഇതുപോലത്തെ നമുക്ക് ഉണ്ടാക്കി തരും. ഇതിന് കൈമേൽ ചെറുതായിട്ട് ഒട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പെട്ടെന്ന് ഇതേപോലെ തന്നെ പിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. കുറച്ച് എടുക്കുക. കാരണം കുറച്ച് ഇതേപോലെ പെരത്ത് അതിലേക്ക് മാവിനെ കൂട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ ഇനി അങ്ങനെ നിങ്ങൾക്ക് ചുറ്റിച്ചാൻ കഴിയില്ലെങ്കിൽ ആ ഉള്ളിൽ നിന്ന് ആ മസാല ഒന്ന് പോരാതെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇതേപോലെ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് ഇതേപോലെ തന്നെ എല്ലാം അതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് നല്ലോണം ആവി കയറ്റിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആവി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് വാങ്ങണം. അപ്പോൾ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ആവി കയറ്റിയാലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കപ്പോൾ നമ്മൾ നല്ലോണം വെന്ത് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം. അതിനുശേഷം നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ചതച്ച വെളുത്തുള്ളി, അത് തൊലി കൊടുക്കുക തന്നെ നമുക്ക് അതിലേക്കൊന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് ഇതൊന്ന് കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. നല്ലോണം ലൂസിലൊന്നും വേണ്ട, കുറച്ച് ലൂസിൽ നമുക്കൊന്ന് കലക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് മുക്കിയിട്ട് നമ്മൾ ചട്ടി വെച്ചിരുന്ന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ തീ പറ്റ സ്ലോ ആക്കിയതിന് ശേഷം നമ്മളിതിന് ഓരോന്നായിട്ട് മുക്കിയിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കുറച്ചൊന്ന് കൂട്ടിയാണ്ട് നല്ലൊന്ന് തിരിച്ചു മറിച്ച് നോക്കട്ടെ. മുളകോ നെരിഞ്ഞ് വരുന്ന രീതിയിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചിട്ടൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂർക്കാരുടെ ഒരു ഇഷ്ട സ്നാക്സാണ് കേട്ടോ, കൽമാസ്. ഭയങ്കര ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. അപ്പോൾ ഏത് സ്ഥലത്തെ ആൾക്കാരുണ്ടാക്കിയാലും ചില ടേസ്റ്റിൻ്റെ പലഹാരം ആകുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്തെ ആൾക്കാരുടെ പലഹാരം നോക്കണം, നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലെ പലഹാരമാണ്. അപ്പോൾ ഇനി കണ്ണൂർക്കാർ സ്വന്തം കൽമാസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇടയ്ക്കൊക്കെ.
കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിൽ പലഹാരമല്ലേ. അപ്പോൾ ഇതേ പൊതുവെ തിരിച്ചു മറിച്ചിട്ട് നല്ലൊന്ന് എരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇത് പൊതുവെ കഴിക്കാൻ ടേസ്റ്റുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ഒരുപാട് പലഹാരമായിട്ട് ഇനിയും വരട്ടോ.